വിധി പ്രതീക്ഷിച്ചതോ എന്നതാണ് ചോദ്യം. സുജയ, വിധി ഡോക്ടർ അരുൺ 50-50 ആണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഞാൻ 100% ഈ വിധി ദിലീപിന് അനുകൂലമാകും എന്ന് പ്രതീക്ഷിച്ചയാളാണ്. കാരണം വിചാരണയുടെ ഘട്ടത്തിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ചും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, ഏറ്റവും ഒടുവിൽ പൾസർ സുനി ഒളി ക്യാമറയിൽ റോഷിപ്പാലിന് കൊടുത്ത അഭിമുഖം, അങ്ങനെയുള്ള തെളിവുകളെല്ലാം വരുമ്പോഴും ഈ വിധിയിൽ അത് ദിലീപ് കുറ്റവിമുക്തനാകും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട്. പക്ഷേ അതിനു മുൻപ് ഈ പോരാട്ടം നടത്തിയ അതിജീവിതയെ കഴിഞ്ഞ 8.5 വർഷമായി, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ എണ്ണി ഓരോ ദിവസവും ഈ കേസിന് ഒപ്പം മലയാളി സഞ്ചരിച്ചത് സമാനതകളില്ലാത്ത ഒരു സഞ്ചാരമായിരുന്നു. ഇതുപോലെ ഒരു കേസ്, സമാനമായ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരായി നടന്ന അതിക്രമങ്ങൾ ഒക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കേരളീയ പൊതുസമൂഹം മുഴുവൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായി ഇത് അടയാളപ്പെടുത്തപ്പെടുകയാണ്. അതിൽ തന്നെ ഇതുപോലെയുള്ള ഒരു നിഷ്ഠൂര കൃത്യം, അത് ഒരു പെൺകുട്ടിയുടെ വിവാഹിതയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന, വിവാഹമോതിരം എൻഗേജ്മെന്റ് റിംഗ് അണിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതം തന്നെ ഇരുട്ടിലാക്കാവുന്ന തരത്തിലുള്ള ക്രൂരമായ കൃത്യമാണ് നടന്നത്. അതിനെ അതുകൊണ്ടാണ് കൊട്ടേഷൻ ബലാത്സംഗം എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത്. പക്ഷേ ആ ഒരു നിഷ്ഠൂരമായ കൃത്യത്തിനൊടുവിൽ അവൾ നിശബ്ദയാകും അല്ലെങ്കിൽ തോറ്റുപോകും എന്ന് കരുതിയ ഒരു നിമിഷത്തിൽ നിന്നും ഞാൻ അവളെ സല്യൂട്ട് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിലാണ്. ആ സർവൈവർ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഇട്ട അന്നത്തെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അന്ന് അവൾ ജയിച്ചു. ഈ കേസിൽ അന്ന് അവൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വരുന്ന ഇപ്പോഴത്തെ ഈ വിധിയിൽ ദിലീപ് കുറ്റവിമുക്തനാകുന്നു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ദിലീപ് പ്രതിയാകണം അല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം, ദിലീപിനെതിരെ തെളിവുകൾ കണ്ടെത്തണം, അങ്ങനെ ഒരു ആക്രോശവും നമ്മൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ വിധിയിൽ 1 മുതൽ 6 വരെയുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ടുൾപ്പെട്ടവർ മാത്രം ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ക്രിമിനൽ ഗൂഢാലോചന എന്നത് പ്രോസിക്യൂഷന് ഇത്രയധികം വിചാരണയിലൂടെ കടന്നു പോകുമ്പോൾ 300 തെളിവുകൾ സമർപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പക്ഷേ ആ 300 തെളിവുകളിൽ ഒന്നുപോലും 6 മുതൽ 6 ശേഷമുള്ള 7, 8, 9, 15 പ്രതികൾക്കെതിരായ അവർ ചെയ്തതെന്ന് ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കുന്നതിന് പര്യാപ്തമായില്ല എങ്കിൽ അവിടെ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ കേസിന്റെ എൻ ടേക്ക് എന്ന് പറയുന്നത്. അവിടെ വിമുക്തരാക്കപ്പെട്ട ആളുകൾ അവർക്ക് കുറ്റവിമുക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വക്കീൽ വാദിച്ചു, അവർക്ക് അത് നേടിയെടുക്കാനും സാധിച്ചു. പക്ഷേ മറുഭാഗത്ത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് തെളിവുകളുമായി പോയ ആളുകൾ യഥാർത്ഥത്തിൽ ഉതകുന്ന തെളിവുകൾ അവിടെ സമർത്ഥിക്കാൻ അവർക്ക് സാധിച്ചോ എന്നൊരു ചോദ്യം ഇന്നത്തെ ഈ സെഷൻസ് കോടതിയിലെ വിധിന്യായത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ആ തെളിവുകൾ സമർപ്പിച്ചതിന് ശേഷവും ആ തെളിവുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയതാണോ എന്ന ഒരു വാദവും ഉയരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പീൽ പോകുമെന്ന് ഇപ്പോൾ നിയമമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ മേൽക്കോടതികൾ ഇനിയുമുണ്ട്. ഈ ഒരു കോടതിയിൽ ഈ കേസ് അവസാനിക്കുകയുമല്ല. ഇനി നമുക്ക് ഈ കേസിന്റെ ബാക്കി മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തെളിയിക്കപ്പെടാതെ പോയ കുറ്റത്തിലേക്ക്, കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ഇവിടെ ഇപ്പോൾ ഈ വിധി, നിയമം എപ്പോഴും ഒരാളെ ശിക്ഷിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ 300 തെളിവുകൾ അല്ലെങ്കിൽ അവിടെ വന്ന മൊഴികൾ, വന്ന മൊഴി മാറ്റങ്ങൾ, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ വിധിന്യായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറ്റവിമുക്തനായ 8ാം പ്രതിയെ മാത്രം വേട്ടയാടുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മൊഴി മാറ്റിയവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞവരെ കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ലല്ലോ. എല്ലാ ചർച്ചയും എല്ലാ ഫോക്കസും കുറ്റവിമുക്തനായ 8ാം പ്രതിയായിരുന്ന കുറ്റാരോപിതനായ ദിലീപിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. അങ്ങനെയല്ല. അന്ന് മുതൽ നമ്മൾ ഈ സംഭവം അറിഞ്ഞ 2017 ഫെബ്രുവരി 17 മുതലുള്ള എല്ലാ കാര്യങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആരും അങ്ങനെ വിശുദ്ധരൊന്നും ആകണ്ടെന്നേ, ആരും അങ്ങനെ ഞങ്ങൾ അവൾക്കൊപ്പമാണെന്ന് ഇപ്പോൾ ആർജവത്തോടെ പറയേണ്ടെന്നേ. ആദ്യം മുതൽ ആരൊക്കെ നിന്നു? PT തോമസിന്റെ അന്നത്തെ നിയമസഭയിലെ പ്രസംഗം ഓർമ്മയുണ്ടോ? അന്ന് PT കൃത്യമായി തുറന്നു കാട്ടിയതാണ് ആദ്യഘട്ടത്തിൽ ഓരോരുത്തരും എടുത്ത നിലപാട് എന്താണെന്ന്. എന്നിട്ട് അവരൊക്കെയാണ് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അവൾക്കൊപ്പമാണെന്ന് വന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മാഡത്തിന് ഓർമ്മ കാണും, 2017 മുതൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്ന ആളാണ് മാഡം. ആദ്യഘട്ടത്തിലൊക്കെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, പിന്നീട് പൊതുബോധ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊപ്പം സഞ്ചരിച്ച ആളുകളുമുണ്ട്. അവരെയൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നതുകൂടിയാണ്. അവൾക്കൊപ്പം അവൾ നിന്ന ആർജവത്തോടെ ചേർന്ന് നിന്നവർ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ പട്ടികയൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിധി പ്രതീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞത്. ഇനി വാദിക്കും പ്രതിക്കും ഫെയർ ഓപ്പർച്യൂണിറ്റി കോടതിയിൽ നിന്ന് ലഭിക്കണം, ആ ന്യായമായ അവസരം കോടതിയിൽ ഉണ്ടാകണം. അതിനോടൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇവിടെ നടിയെ ആക്രമിച്ച കേസ്, അങ്ങനെയാണ് നമ്മൾ ആ കേസിനെ പറയുന്നത്. ഈ കേസിൽ നടിയെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല 8ാം പ്രതിയായിരുന്ന കുറ്റാരോപിതനായിരുന്ന ദിലീപ്. ഇപ്പോൾ കുറ്റവിമുക്തനാണ്. അപ്പോൾ ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്? കുറ്റകരമായ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി IPC അനുസരിച്ച്, ഇപ്പോൾ BNS ആണ്, അന്ന് IPC അനുസരിച്ചാണ് കേസെടുത്തത്. IPC 120-ൽ എങ്ങനെയാണ് ഉൾപ്പെട്ടത്? ഈ 8ാം പ്രതി ആയതുകൊണ്ട് വെറുതെ വിട്ടതാണോ, അല്ലെങ്കിൽ കുറ്റവിമുക്തനായി മാറിയതാണോ? അങ്ങനെയുള്ള വിവരങ്ങളിലേക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് എത്രത്തോളം പോയിട്ടുണ്ട് ഈ കേസിന് ശേഷം? ഇതിൽ വെറുതെ വിട്ടതിന് ശേഷവും വേട്ടയാടുന്നു. ഈ 2 ദ്വന്ദ്ങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗത്ത് ആഘോഷം, ഒരു ഭാഗത്ത് ആക്രോശം. അതാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ
കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് മേൽക്കോടതികൾ നീതി പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവരെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നേരിട്ട് കുറ്റകൃത്യം ചെയ്യാൻ പോയിട്ടില്ല എങ്കിലും ഒരുമിച്ച് പ്രവർത്തിച്ചു, അത് സമർത്ഥിക്കുന്നതിന് ഇപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലാണ് ഈ സമർത്ഥിക്കലിലേക്ക് എത്തുന്നതിനായിട്ട് ആധാരമായി മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പക്ഷേ അവിടെ ബാലചന്ദ്രകുമാറിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം അവിടെ വിശ്വസിക്കപ്പെട്ടു, അല്ലെങ്കിൽ കോടതിയിൽ കൃത്യമായി അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി പുറത്തു വരേണ്ടത്. ഇപ്പോൾ പ്രതികൾക്ക് ക്വാണ്ടം ഓഫ് സെന്റൻസ് വന്നതിന് ശേഷമേ വിശദമായ വിധി പ്രസ്താവം വരികയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ 12-ാം തീയതി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ പുറത്തു വന്ന, അല്ലെങ്കിൽ ഈ ഒരു കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള 7 മുതൽ ഉള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 പ്രതികളും ചെയ്ത കുറ്റകൃത്യം എന്താണ് എന്നുള്ളത് വ്യക്തമായ തെളിവുകൾ മുന്നിലുണ്ട്. എവിഡൻസ് അടക്കം കോടതിയുടെ മുന്നിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ IPC 120AB, അതായത് കുറ്റകരമായ ഗൂഢാലോചന, അതിലേക്ക് തന്നെ വരാം. ഇതിൽ ഗൂഢാലോചനകളുടെ രഹസ്യ സ്വഭാവം അനുസരിച്ച് ആ രേഖാമൂലമുള്ള തെളിവുണ്ടാക്കിയൊന്നുമല്ലല്ലോ ആളുകൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തുക. അപ്പോൾ തെളിവുകളില്ലാത്ത ഒരു കാര്യത്തിൽ ആ കൂട്ടിയിണക്കുന്ന തെളിവുകൾ കൊണ്ടുവരുന്നതിൽ എത്രത്തോളം വിജയിച്ചു. 12-ാം തീയതി അതിൻ്റെ ആ വിധി പ്രസ്താവം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് കൃത്യമായി അതിജീവിതയ്ക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നീതി കിട്ടാൻ എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അവരെ നേരിട്ട് ഉപദ്രവിച്ചവർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു, അത് പോരെ എന്ന് ചോദിക്കുന്നവരോട് അതിൽ അതിജീവിത തൃപ്തിയാണെങ്കിൽ ഇതിനകം തന്നെ അവളുടെ ഒരു പ്രതികരണം വന്നേനെ. ആർജവത്തോടെ അന്ന് പ്രതികരിച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഞാനാണ് അവൾ എന്ന് പറഞ്ഞ അവൾ ഇന്ന് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് അവൾ പ്രതീക്ഷിച്ച നീതിയല്ല, ഈ വിധിയിൽ അവൾ തൃപ്തിയുമല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇനി സൂക്ഷ്മ സ്വഭാവത്തിലൂടെയുള്ള ഒരു ഗൂഢാലോചന, അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ അടരുകൾ, അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്, അതെങ്ങനെയാണ് ഗൂഢാലോചനയിലൂടെ കൃത്യമായി നടപടികളിലേക്ക് കടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 8-ാം പ്രതി കുറ്റവിമുക്തനായത് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത പക്ഷം ശിക്ഷിക്കപ്പെടാൻ, സെഷൻസ് കോടതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിന്. ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോഴും അവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മറ്റു പ്രതികളെ അറിയാം, സുഹൃത്തുക്കളാണ് എന്നുള്ള വാക്കാലുള്ള പരാമർശങ്ങൾ പോരാ. ആ വാക്കാലുള്ള പരാമർശങ്ങളിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അമിതമായ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു വാദം അവിടെ നടന്നോ എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ആ ലൂപ്പ് ഹോളുകൾ വന്നത് എന്നതും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 12-ാം തീയതി ആയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, അങ്ങനെ ഒരു സംശയത്തിന് അതീതമായിട്ടുള്ള ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കുന്നതിന് അവിടെ സാധിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ശിക്ഷിക്കപ്പെടാതെ അയാൾ മാറി നിൽക്കുന്നത്. ഇനി ഈ സംവിധാനത്തിലേക്ക് വരാം. ഈ ശിക്ഷയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഈ വിധിക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഈ പൾസർ സുനി എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്? ഈ പൾസർ സുനി നേരത്തെയും ഇതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള നടിമാരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഘട്ടത്തിൽ, ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പുറത്തേക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നതാണ്. അപ്പോൾ പൾസർ സുനിയെ അങ്ങനെ ഒരു വ്യക്തിയായി കൃത്യമായി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. അതും പ്രോസിക്യൂഷൻ തന്നെയാണ്. ഇയാളുടെ പശ്ചാത്തലം എന്താണ്, ഇയാൾ നേരത്തെ ചെയ്തിട്ടുള്ള ആക്ട്സ് എന്താണ്, നടിമാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷൻ തന്നെയാണ് കേട്ടോ മുന്നോട്ട് കൊണ്ടുവച്ചത്. ആ കൊണ്ടുവച്ചതിന് ഒപ്പം ക്രിമിനൽ ഗൂഢാലോചനയിലൂടെ ഈ കാര്യങ്ങൾ, ഇതേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇതേ പാറ്റേണിലുള്ള ഒരാൾക്ക് ചെയ്യുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള പണം വന്നത് എങ്ങനെയാണ്, അതേക്കുറിച്ചൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണ് എന്ന് ദിലീപ് പറയുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇല്ല, ഒരാൾ ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ പൾസർ സുനി ഒറ്റയ്ക്ക് ഇത് ചെയ്തോ? അതാണ് ഇനിയുള്ള അപ്പീലിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യം, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ട കാര്യം. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ തള്ളിപ്പറയുന്നില്ല, കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു. കോടതി പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ കോടതിയുടെ കണ്ടെത്തലുകൾ അന്തിമമാണ്. പക്ഷേ അതിന് മുന്നിലുള്ള മേൽക്കോടതികളിലേക്ക് പോകാനുള്ള അവകാശം അതിജീവിതയ്ക്കുണ്ട്. അപ്പോൾ അതിജീവിത അവകാശം ഉപയോഗിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 21 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ തീർന്നു പോകാനുള്ളതൊന്നുമല്ല ഒരാളുടെയും ജീവിതം. പക്ഷേ ഇത്രയും പോരാട്ടം നടത്തിക്കൊണ്ട് അവൾ സമൂഹത്തിന് മുന്നിൽ വിജയിച്ച് തന്നെ നിൽക്കുകയാണ്. അന്ന് PT തോമസ്, ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന PT തോമസിനെയാണ്. അന്ന് PT തോമസ്, സംവിധായകൻ ലാലിന്റെ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി ഓടിക്കയറുന്നത്. അപ്പോൾ മിനിറ്റുകൾക്കകം ബെഹ്റയെ ഫോണിൽ വിളിച്ച് ലാൽ, ഈ പോലീസ് അവിടെ എത്തുകയും ചെയ്തു. PT തോമസിനെയും ബെഹ്റയെയും അന്ന് ലാൽ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇങ്ങനെ ആയിരിക്കുമോ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ എനിക്ക് ന്യായമായ സംശയമുണ്ട്. കാരണം ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിന് ഇരയായ ഒരാൾ എത്രത്തോളം പരാതി നൽകാൻ മുന്നോട്ട് വരും? 2017 ഈ സംഭവം നടന്ന കാലഘട്ടം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025 ഇന്നത്തേതുപോലെയുള്ള ഒരു പിന്തുണയും അങ്ങനെ കിട്ടുന്ന ഒരു സമയമായിരുന്നില്ല. 8.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും 2017 അന്ന് PT തോമസ് അവിടെ എത്തിയത് ഈ കേസിൽ നിർണായകമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉമാ തോമസിന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വരുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ആത്മാർത്ഥതയുടെ വിഷയത്തിൽ ഇടപെട്ട മനുഷ്യരുണ്ട്, അവൾക്കൊപ്പം ഇപ്പോഴും തുടരുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സർക്കാർ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഒരു പ്രതികരണം നടത്താൻ സജി ചെറിയാൻ തയ്യാറായില്ല. പിന്നീട് നിയമമന്ത്രി P രാജീവ് വന്നിട്ടാണ് ആ ഒരു പ്രതികരണം നടത്തുന്നത്. അതൊക്കെ ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്ന കാര്യമാണ്. നിയമമന്ത്രിയാണെങ്കിലും അപ്പീൽ പോകുമെന്ന് പറയുന്നതിനായിട്ട്
അല്ലെങ്കിൽ അപ്പീൽ പോകേണ്ടതാണ് എന്ന് പറയുന്നതിന് അതൊക്കെ ഒന്ന് കൂടി ആലോചിക്കണമെന്ന് പറഞ്ഞൊരു അഴകുഴമ്പൻ മറുപടി അല്ലല്ലോ വരേണ്ടത്. സിനിമാ വ്യവസായത്തെ അല്ലെങ്കിൽ സിനിമാ സാംസ്കാരിക മന്ത്രിയോടാണ് ചോദ്യം ചോദിച്ചത്. പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല. പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അതിലെടുത്തിട്ടുള്ള ഇങ്ങനെ തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പരിശോധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നിയമമന്ത്രിയാണല്ലോ അതിലൊരു അങ്ങനെ എനിക്ക് അങ്ങനെ പറയാമായിരുന്നു. ഞാനല്ല മുഖ്യമന്ത്രിയുമായി പരിശോധിച്ചതിന് ശേഷം വ്യത്യാസത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും ആത്മാർത്ഥത സജി ചെറിയാന്റെ പ്രതികരണത്തിൽ നമുക്കത് സംശയം തോന്നിയതാണ്. എന്തായാലും അത് സിനിമാ മന്ത്രിയുടെ കാര്യം. ഇനി സിനിമാ സംഘടനകളുടെ കാര്യം. ദിലീപിന്റെ ഒരു കത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാൻ പോകുന്നു. എന്ത് കാരണത്താൽ ഒഴിവാക്കിയോ ആ കാരണങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന താരസംഘടനയായ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിയോക്ക് എല്ലാവരും കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു തിരിച്ചുവരവ്, ഒരു സർവ്വപ്രതാപിയായിട്ടുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഇനി കാണാൻ പോവുക. ഇനി വരാൻ പോകുന്ന സിനിമ അത് സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ വിജയത്തോടെ, ഒരു വലിയ വിജയത്തോടുകൂടി ഇൻഡസ്ട്രിയിലേക്ക് സർവ്വപ്രതാപത്തോടെയും തിരിച്ചെത്തുന്ന ദിലീപിനെ തന്നെയായിരിക്കും കാണാൻ പോവുക. കാരണം അയാൾ കുറ്റവിമുക്തനാണ്. Meet the editors.